ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എന്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. SJM മൂന്നിയൂർ റേഞ്ച് മദ്രസ കലോത്സവിന്റെ പ്രൗഢമായ ഈ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. വിസ്മയിപ്പിച്ച വിരുന്ന് സൽക്കാരം, ഇതാണ് എന്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പ് സഹിച്ച് യുദ്ധമുഖത്തവൻ കിടന്നു കീറുകയാണ്. തീരൊന്നും കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്ന കൂട്ടുകാരെ, വേഗം ഒരു ആട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പുമാ സംഘടിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് വേഗം ഭർത്താവിന്റെ മുമ്പിൽ വന്നെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശക്കുന്നു. നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ ഇവിടെ സംഭവിച്ചതെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്ന കൂട്ടുകാരെ, ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്ന രംഗം തന്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കിക്കണ്ടിരിക്കുന്നു. മൂത്തവൻ ഇളയവനോട് ചോദിച്ചു, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ? എന്താണ് അറിവെന്നും എന്താണ് മരണമെന്നും നിശ്ചയമില്ലായിരുന്നു. പിഞ്ചു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്തവൻ ഇളയവനെ ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്! തന്റെ പിഞ്ചു കൈത്തിൽ നിന്നും നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാടിട്ട് വീഴി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കക്കയെ ദയനീയമായി നോക്കി. അത് കണ്ട് മൂത്തവൻ അവിടെ വിട്ടോടുന്നു. ഓടുന്നതിനിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ലാഹ്! ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതയിലൂടെ ഒരു വീട്ടിൽ നിന്നും 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ ഇത്? ഉമ്മയായ സുഹൈല ബീവി റളിയല്ലാഹു അൻഹക്ക് ഇല്ല, ഒരിക്കലുമില്ല. ലോകത്ത് ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം സ്വീകരിച്ച് സഹാബത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. സുഹൈല ബീവി റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. കടൽ പോലെ പ്രശുദ്ധമായിരുന്നു സുഹൈല ബീവിയുടെ മനസ്സ്. ഒരു ഭാഗത്ത് പ്രവാചകരോടുള്ള ഇഷ്ടമോളം കിട്ടുന്നു. അത് തീരങ്ങളെ ചിന്തിക്കുന്ന തിരമാലകളെ പോലെ സുഹൈല ബീവിയുടെ മനസ്സിലേക്ക് വാരി പുണർന്നു. ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേട്ടത്. സുഹൈല, ഓ സുഹൈല! ആ വിളി അങ്ങ് കേട്ടതോടെ സുഹൈല ബീവിയുടെ മനസ്സിൽ ഒരു കുളിര് വീശി. പ്രവാചകരോടുള്ള